എന്തത്? പുളിച്ച മാങ്ങ. സുകന്യ അവിടെ ബഹളം വയ്ക്കുന്നു. ടി വിയുടെ സൗണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടേ. അതാ നമ്മള് എന്താ ഒന്നില്ലേ, ഉച്ചയ്ക്ക് നമ്മൾ ചക്കക്കൂട്ടാനായിട്ട് വെച്ച് ചക്കക്കൂട്ടാനെ കൂട്ടിയിട്ട് ഉച്ചയ്ക്ക് കഴിച്ചില്ലേ. ഇനി വൈകുന്നേരത്തും അത് മതി. പക്ഷെ എനിക്കുണ്ട് കാണുമ്പോഴേ പല്ലി പൊളിക്കണം. പൊന്നൂന് പല്ലി പൊളിക്കണ്ടോ? ഇല്ല. ചക്കക്കൂട്ടാൻ കൂട്ടിയിട്ട് എങ്ങനെ ഉച്ചയ്ക്കും കൊടുത്തില്ല. ഇനി ആണുങ്ങൾക്ക് എങ്ങനെ കൊടുക്കുക വിചാരിച്ചിട്ടതാ ചക്കക്കുരുല്ലേ പല്ലി പൊളിക്കും. ഇന്ന് ചക്കക്കൂട്ടാൻ വെച്ചിട്ട് പ്രായമായില്ലേ, കുമ്പളങ്ങി ഒരു മാങ്ങയൊക്കെ ഇട്ടിട്ട് കൂട്ടാൻ വെക്കാൻ വിചാരിച്ചു കേട്ടോ. നമ്മുടെ കുഞ്ഞിപ്പല്ല് പോയി ചന്തള്ള പല്ല് വരും, നല്ല പല്ല് വരും. എന്താട്ടാ എന്റെ പല്ല് പോയി. ഈ കുമ്പളങ്ങി കൊണ്ടുവന്നിട്ടേ കുറേ ദിവസമായിട്ടോ. കുറേ ദിവസം പറഞ്ഞാൽ കഴിഞ്ഞ തിങ്കളാഴ്ച വാങ്ങിയതാണ്. കൂട്ടാൻ പച്ചക്കറി വയ്ക്കുമ്പോഴേ ആർക്കാർക്കും സാമ്പാറും മോര് കൂട്ടാൻ വെച്ച ചുമയാണ്. അപ്പം പറ്റില്ല പറഞ്ഞിട്ട് കൂട്ടാനധികം വെക്കണില്ല. രസമോ അങ്ങനെ ചക്കക്കൂട്ടാനോ ഇല്ലേട്ടാ, മുരിങ്ങ താളിപ്പോ മത്തൻ്റെ ഇല താളിപ്പോ ഒക്കെ ആയിരിക്കും. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ പുളിപ്പുണ്ടറി അച്ചു ഉണ്ടാക്കിയോണ്ടാ മതി. അതിങ്ങനെ തന്നെയാണ്. കിച്ചുനിപ്പോ ഇവിടെ യുദ്ധം ഉണ്ടാക്കും. കിച്ചുവിന് ഞാൻ അച്ചാറുണ്ടാക്കണം പറഞ്ഞിട്ട് കൊണ്ടുവന്നതാ. വേണ്ട, മാങ്ങ വേണ്ട. അത് ഏട്ടയ്ക്ക് അച്ചാറുണ്ടാക്കാനുള്ള അത്ര. അത് ഇങ്ങനെ തിന്നു കഴിഞ്ഞാൽ എങ്ങനെ അച്ചാറുണ്ടാക്കണത്? രണ്ട് മാങ്ങയും കൊണ്ടാണോ വെച്ചാൽ അവന് ഒരു മാങ്ങ കൊണ്ട് ഉണ്ടാക്കിയില്ലോ അവൻ കുഴപ്പമില്ല. അവന് ഞാൻ വെറുതെ നീ ഉണ്ടാക്കി കഴിച്ചതാണ്. അപ്പം എനിക്ക് ഉണ്ടാക്കാൻ അറിയച്ച ഞാൻ നമ്മുടെ അടുത്ത് പറയില്ല എന്ന് ഒക്കെ പറയാ. തേങ്ങയല്ല മാങ്ങ, തേങ്ങ. ഉപ്പോ? അതിൽ ഉപ്പിട്ട് കൊടുക്കണ്ട കുട്ടിക്ക്. അതിനാണ് അവൻ തേങ്ങ പറയുന്നത്. ദേഷ്യം വന്നിട്ട് തേങ്ങ പറഞ്ഞതാ. ഏട്ടെന്താ വിചാരിച്ച്? ഞാൻ വിചാരിച്ചു മാങ്ങ കൊടുത്തപ്പോ തേങ്ങ പറഞ്ഞാന്ന്. ദേഷ്യം വന്നിട്ട് പറഞ്ഞാണ്. കുറച്ച് എവിടെ ഇരിക്കണ്? അതിലെങ്ങനെ ഇരിക്കുക? തേങ്ങയാണ്, ഒക്കെ തേങ്ങയാണ്. അപ്പോൾ ഇന്ന് ഒരുപാട് കൂട്ടാൻ വെച്ചിട്ട് കാര്യമില്ല കേട്ടോ. കുറച്ച് വയ്ക്കുള്ളൂ. നാളെ ഇനിങ്ങനെ പണിക്ക് കൊണ്ടുപോകാനും ഇന്ന് രാത്രിക്കും. ഇവർക്ക് ചെറുപയർ കഞ്ഞി മതി പറഞ്ഞു കേട്ടോ. അപ്പോൾ വെച്ചില്ല. നാളെ ചോറ് വെച്ചിട്ടുണ്ട്. അത് കൂടെ ചെറുപയറിട്ടാൽ ഒക്കെ ഈ ചുമള്ളവർക്ക് എന്ത് ചെറുപയർ കലത്തിലോ ആകെ 2 നാഴി ചോറ് വയ്ക്കും. മൺകലം തന്നെ പറഞ്ഞതേ 2 നാഴി അരി ചോറ് വയ്ക്കും. അതിന് ആ വലിയ ചെമ്പിൽ വെച്ചിട്ട് എന്താ കാര്യമില്ലേ? ഇനിയിപ്പോൾ ഇവർ സ്കൂളിലേക്കും പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വെച്ചാൽ ഏട്ടനും പണിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഞാനും സുകന്യയും മാത്രമാണ് വെച്ചല്ലേ. ഞങ്ങൾ ഉച്ചയ്ക്ക് കൂട്ടാനൊന്നും വെക്കില്ല. വൈകുന്നേരത്തേക്ക് മാത്രമേ വയ്ക്കുള്ളൂ. കാരണം എന്താണെന്നറിയോ, ആരുമില്ലെങ്കിൽ ഞങ്ങൾക്ക് 2 പേർക്കും കൂട്ടാൻ വേണമെന്നില്ല കേട്ടോ. ഞങ്ങൾക്ക് 2 പേരും എന്തെങ്കിലും അച്ചാറായാലും മതി. അച്ചാറായാലും മതി. ഉപ്പേരി ഇഷ്ടം. ചാറ് കറിയൊന്നും വേണമെന്നില്ല. അത്ര മതി. നിങ്ങൾ വിചാരിക്കും തോനെ കറി വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് അത് അത്ര ഒരു ഇതില്ലാത്ത പോലെ തോന്നുള്ളൂ കേട്ടോ. ഇപ്പോഴത്തെ മക്കൾക്കൊന്നും കൂട്ടാനല്ല വേണ്ടത്. ഒക്കെ ഈ സോയാബീൻ വറുത്തത്, ഉരുളക്കിഴങ്ങ് വറുത്തത്, മുട്ട വറുത്തത് ഒക്കെയാണ് കേട്ടോ മക്കൾക്ക് ഇഷ്ടം. എന്താ ഈ മക്കളിങ്ങനെ മാറണമെന്ന് എനിക്കറിയില്ല. ഇവിടെ കൂട്ടാൻ കൂട്ടണതില്ലേ, നമ്മുടെ കിച്ചൂട്ടൻ മാത്രമേ കൂട്ടുള്ളൂ. ഇവർ 2 പേരും അങ്ങനെ കറി കൂട്ടില്ല. എന്നാൽ ചമ്മന്തികളില്ലേ അതിഷ്ടമാണ്. ഇത്ര മതിയില്ലേ. പിന്നെ ഇപ്പോൾ ഏട്ടനാണോ എന്ന് വെച്ചാൽ ചിലപ്പോൾ എന്നാലോ നമ്മുടെ പണി ഒരുങ്ങില്ല. പണി എപ്പോഴും പണി ചെയ്തും കൊണ്ടേയിരിക്കും വേണം. പണി ഒരുങ്ങിയില്ല. എന്താണ് അതിൽ കുട്ടൻസ് എന്നറിയില്ല. അത് ഈ ഒന്ന് വൃത്തിയാക്കുമ്പോഴേക്കും ഇവരെന്തെങ്കിലും അവരോടം വൃത്തിയോടാക്കും. അതാണ് ഇതാ കുമ്പളങ്ങി ചക്കക്കുരു. കഴുകിയെടുക്കട്ടെ. മതി മാങ്ങണ്ടി കളയി. അതിന് പൊളിക്കണോ? ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം കേട്ടോ ആശുപത്രിക്ക് പോകാൻ.
അമ്മേനെയും കൊണ്ട് കൂട്ടാനൊന്നുമില്ലേ സത്യം പറയാ ചാൽ ഞാൻ എപ്പോഴും ഇങ്ങനെ പറയില്ലേ സത്യം പറയാ അതിങ്ങനെ ഇട്ടോട്ടോന്നും അതേപോലെ ഇതും എൻ്റെ ഒരു ശരി എൻ്റെ ഏട്ടൻ ചോദിക്കുക ഇടയ്ക്ക് ഇങ്ങനെ ഞാൻ പറയുമ്പോഴേ നീ അപ്പല്ലേ ഈ ഇത് എത്ര ആശയാടി പറയുക ഇത് എത്ര ആശയാടി പറയുക ചോദിക്കും. പക്ഷെ പിന്നെ എനിക്ക് ആ ശീലം മാറണേ ഇല്ല അല്ലേ ഏട്ടാ. എന്തെങ്കിലും പറഞ്ഞിട്ട് തോന്നും ഈ പറഞ്ഞത് ഫുള്ള് നോണേന്ന് 500 സത്യം കയറ്റി വിടും. സത്യം കുറേ പേർക്കില്ലേ എൻ്റെ സംസാരം ഭയങ്കര ഇഷ്ടാട്ടോ. എന്താ എന്നോട് പെട്ടെന്ന് ആൾക്കാർ അടുക്കും. എവിടെ പോയാലും നമ്മളൊരു കല്യാണത്തിന് പോയി കഴിഞ്ഞാലും ഒക്കെ സംസാരിച്ച് കഴിഞ്ഞ് വെച്ചാൽ പിന്നെ അവർ നമ്മളുമായിട്ട് നല്ലൊരു ബന്ധമായിട്ടേ പോവുള്ളൂ. കണ്ണാടി എന്തിനാ ഇതിൽ നോക്കിയാ കണ്ടോ കാണുന്നത്? പാത്രം കഴുകാത്ത കൊണ്ട് അത്ര തെളിഞ്ഞിട്ട് കാണുന്നത്. ഈ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ആ സ്കൂളിനെ കുറ്റം പറയാൻ പറ്റില്ല. നല്ല സിസ്റ്റർമാരാണ് ഭഗവാനെ. ഇപ്പൊ പഠിക്കാത്തതിന് എന്താ ചെയ്യാ? അവള് പഠിക്കണ്ടല്ലോ. ഇങ്ങോട്ട് വാ. ഇവനില്ലേ അങ്ങോട്ട് പോകുമ്പോഴും വയ്ക്കണം ഇങ്ങോട്ട് പോകുമ്പോഴും വയ്ക്കണം. ഇത് വല്ലാതെ തള്ളേമിലൊട്ടിയായിട്ടോ. ഈ ചെക്കനൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് എവിടേക്കെങ്കിലൊക്കെ പോകുമ്പോ സങ്കടം വരില്ലേ ചേട്ടാ? ഇങ്ങനെ ആയിക്കഴിഞ്ഞാ വാരി കൊടുക്കാം. ഒരാഴ്ച ഡിപ്രഷൻ മൂഡിലേക്ക് എവിടേക്കാണ് പോണ്? രണ്ടോട്ട് പഠിപ്പിക്കാനല്ലേ പോ അത്യാവശ്യം. പിന്നെ 2 മാസം കഴിഞ്ഞ എന്നെ വിളിക്കാ. അച്ചുവിന്റെ കുളി കഴിഞ്ഞതാട്ടോ. പക്ഷെ അച്ചുവിന്റെ കുളി കഴിഞ്ഞിട്ട് അച്ചു ഷാമ്പൂ ഒക്കെ ഇട്ടിട്ടേ അവളുടെ മുടി കണ്ടു കഴിഞ്ഞാൽ അവിടെ കുളിക്കാത്ത. അത് പിന്നെ ആരും തലയിൽ എണ്ണയ്ക്കില്ല. തലയിൽ എണ്ണ കാലത്രയാണാവും. ആര്? കിച്ചു തന്നെ. കിച്ചു ഞാൻ തൊള്ളേം ഇട്ടാലേ തലയിൽ എണ്ണയ്ക്കും. ഏട്ടാ മഞ്ഞപ്പൊടി എന്താ വർത്താനം? സുകന്യനെ എന്താ കാണാത്തെന്നറിയോ? സുകന്യ പണിയിലാണ്. ചോറ് വയ്ക്കുകയാണ് കേട്ടോ അവിടെ. ഞാനപ്പോൾ ഇവിടെ കൂട്ടാൻ വയ്ക്കാൻ പറഞ്ഞു. അതാണ് സുകന്യനെ കാണാത്തത്. ഇന്ന് മോര് കറിയല്ല കേട്ടോ. മോര് കറിയോ? അതിന് മോരോടെ മോര് എല്ലാവർക്കും ചുമതൊക്കെ എങ്ങനെ മോര് കൂട്ടാൻ വെക്കുക വെച്ചിട്ടാ? അത് തണുപ്പില്ലല്ലോ കറിയാകുമ്പോ, അത് ചൂടല്ലേ. എന്താ അമ്മ പറയുന്നേ? എല്ലാവർക്കും ചുമ ചെയ്തും കൊണ്ട് അത് കുഴപ്പമില്ലാലോ. പിന്നെ ചൂടല്ലേ? സന്തോഷല്ലോ. അത് ചൂടല്ലേ. അത് നിനക്ക് മാത്രം പോയല്ലോ. ചാച്ചൻ കുറയ്ക്കും. എന്റെ കുട്ടീനെ ഈ അങ്ങനെയൊന്നും പറയണ്ട കേട്ടോ. ചേച്ചിന്റെ മണ്ടക്കൂടെ അരി വാങ്ങി അരി വാരി എറിയാൻ പറ്റും. റേഷൻ കടയത്തെ അരിയുള്ളത് കൊണ്ട് അതിന് അത് കൂട്ടാൻ വെക്കാൻ എടുക്കണം. അത് അച്ഛൻ ചേച്ചി ഒന്ന് തിന്നു. ഇത് അച്ചാറിടാനല്ലേ? കൂട്ടാനിലെ അച്ചാറിടാൻ. ഈ വെള്ളല്ലേ വെറുതെ ഇവിടെ വെച്ചേക്ക് കേട്ടോ. വെറുതെ ഇങ്ങനെ കൈ ഇങ്ങനെ പിടിക്കാൻ സാരില്ല വെച്ചിട്ടാ. നാളെ നമുക്ക് ശരിയാക്കാം. മാങ്ങ നല്ലത് കുറച്ച് കൊണ്ടുവന്നാ തിരിച്ചു. ഈ മാങ്ങക്കാലം കഴിഞ്ഞ് പിന്നെ മാങ്ങ കിട്ടുവോ? ഇപ്പോഴല്ലേ മാങ്ങ പച്ചയൊക്കെ പഴുത്തരൊക്കെ തിന്നാൻ പറ്റൂ. ഏട്ടാ ഞങ്ങളല്ലേ അവന്റെ കാല് പിടിക്കണ്ട, അവൻ നാളെ കൊണ്ടുവരും. അതൊക്കെ അറിയാം. അവൻ കൊണ്ടുവരും. കിച്ചു അവൻ കൊണ്ടുവരുന്നൊക്കെ രാവിലെ എത്ര രൂപ?
എന്നാ 500 ആട്ട് അച്ചാറ് ആ 500 കേട്ട് അണ്ണിമാങ്ങ അച്ചാർ വാങ്ങി. വാങ്ങി തരില്ല. ഇന്ന് അച്ചാറുണ്ടല്ലോ. ഞാൻ ഇട്ടില്ല. എന്നെ പറഞ്ഞു ഇന്ന് അച്ചാറുണ്ടല്ലോ 500 കിട്ടിയാൽ മതി. വായല്ലേ മാങ്ങ നേരെ ഇരിക്കുമ്പോഴേ വായ പൊളിക്കും. എന്താ? പൊളിപ്പല്ലേ? പുളിപ്പില്ലേ? നല്ലതാണേ. പുളിപ്പില്ല? അച്ചു നല്ല തിന്നുന്നത് മുഴുവൻ തിന്നു. അച്ചു പൊന്നും കൂടി. നാളെ കൊണ്ടുവച്ചല്ലേ കുറച്ച് മത്തി വാങ്ങിയിട്ട് മാങ്ങി മത്തിയും കൂട്ടാൻ വെക്കാന്ന്. ചിലപ്പോ ഈ കൊല്ലത്തെ ഈ കിച്ചു കൊണ്ടുവന്ന ഒളിപ്പിച്ചു അല്ല സ്കൂളിൽ കൊണ്ടുപോകാൻ കുറച്ച് അച്ചാറുണ്ടാക്കണേ. കൊണ്ടുവന്നോ ഉണ്ടാക്കേ? അതെന്നെ പറഞ്ഞ് കൊണ്ടുവന്നോന്ന്. ഇപ്പൊ ഉണ്ടാക്കിയൊക്കെയാണെങ്കിൽ തരൂല. മീൻ ഇഷ്ടല്ല. മീൻ അങ്ങനെ ഇപ്പൊ ഞാൻ നിർബന്ധിക്കാണ്. നാളെ നിമ്മി വന്നപ്പോ എന്താ ചീത്ത പറഞ്ഞിരുന്നു ഏട്ടാ. പെങ്ങള് വന്നപ്പോഴേ ചീത്ത പറഞ്ഞിരുന്നു മീൻ തിന്നാണ്ട്. എന്താ അവര് വന്നപ്പോ മീൻ വാങ്ങിയപ്പോ തിന്നാണ്ടായപ്പോ അവര് ചീത്ത പറഞ്ഞു, കിച്ചുട്ടാ മീൻ കഴിക്കണടാ മീൻ കഴിക്കണടാ പറഞ്ഞിട്ട്. ഞാൻ എന്നാ അനിയേട്ടനെ കൊണ്ട് തേങ്ങ ചിരവിപ്പിക്കണം വിചാരിച്ച. ഛേ ഊസിപ്പോയി. തേങ്ങ പോയോ? തേങ്ങ പോയോ? തേങ്ങ തെറ്റിപ്പോയോ? അയ്യോ ചവിട്ടല്ലേ തൊട്ട് നെറുകിലേക്ക്. ആരെ ചവിട്ടിയാലും തൊട്ട് നെറുകിലേക്കണം. എന്താ അടുപ്പ് പോയേന്ന്? പുകയല്ല, അത് തിളച്ച് വരുമ്പോ ആവി വരികയാണ്. ശരി. ആവിയല്ലേ? ഓ കുളിപ്പിച്ചോ? കടിക്കോ? എന്തേ? മുട്ടായി പിടിക്കാനോ? ഓ ശരി. മുട്ട കുമ്പളങ്ങ വന്നു. ചക്കക്കുരു എങ്ങനെ കിടക്കണ്ട്? കുമ്പളങ്ങ വേഗം വന്നല്ലോ അല്ലേ? പൊന്നോ പോയി മുട്ട വേണം. എവിടേക്കാ പോണ്? നമ്മളിതാ ഉപ്പ് മാങ്ങിയിട്ട് കൊടുക്കണ്ടേ. ചക്കക്കുരു മാങ്ങി വെക്കുമ്പോൾ കൂടെ ഒരു കഷ്ണം കുമ്പളങ്ങയും കൂടി ഇട്ട് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. ഇനി നമ്മൾ ഇതിക്കില്ലേ തേങ്ങയും ജീരകവും ചെറിയുള്ളിയും പാടിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കും. ദേ ഉണക്ക സ്രാവാണ് കേട്ടോ. എനിക്ക് അമ്മേനെയും കൂടെ ആശുപത്രിയിൽ പോകണം. 8 മണിയാകുമ്പോഴേക്കും പോകണം കേട്ടോ. അപ്പം ഇന്ന് ഇപ്പോൾ 7:45. ഇപ്പം അത് സുകന്യ എടുത്ത് വറക്കാൻ പറയട്ടെ. അപ്പോൾ അതവിടെ കൊണ്ടുപോയി കൊടുത്തിട്ട് ഇപ്പോൾ വരാം. കറി ഇപ്പം അങ്ങോട്ട് കറി അങ്ങോട്ട് കൊണ്ടുപോകും കേട്ടോ. അപ്പം ഞാൻ വറക്കാൻ വിചാരിച്ചാണ്. ഇനി പോകുമ്പോഴല്ലേ മീൻ മണം വരില്ലേ? ആശുപത്രി പോകുന്നുണ്ട്. ആരൊക്കെ? ഞാനും അമ്മ അച്ഛനെയും കൂടി. സുകന്യേ വരണോ? വേണമെങ്കിൽ വന്നോ? എന്ത് വേണ്ടെന്ന്? പിന്നെ ഏത് കൂട്ടാൻ നമുക്ക് വേണ്ട? ചക്ക കൂട്ടാനാ? ചെമ്മീനും ഉണ്ട്. ഒന്ന് പോയി അതാവുന്ന 2 വിറകെടുത്തിട്ടാ നീ വലിയ വർത്താനം പറയാം. ഇത് കൂടെ വേണമെങ്കിലേ നമുക്ക് ഉണക്ക ചെമ്മീൻ ഉണ്ടെങ്കിൽ ഇടാട്ടോ. എന്താണ്ടോ നമ്മളില്ലേ ഇതിക്ക് അരപ്പൊഴിച്ച് കൊടുക്കണ്ടേ. അമ്മടേത്ത് ഞാൻ പോയിട്ട് പുറപ്പെടാൻ പറഞ്ഞു കേട്ടോ. സോന്യ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോഴേ എന്താന്നല്ലേ വിറകുണ്ടാക്കണതിൽ കുറേ പേര് പറഞ്ഞിരുന്നു ഞാൻ സുകന്യ TV കണ്ടിരിക്കുകയാണെന്ന്. മനഃപൂർവ്വം വീഡിയോയിൽ പറഞ്ഞു. ഒരോളത്തിൽ സുകന്യ എവിടെയെന്ന് എല്ലാവരും ചോദിക്കില്ലേ, അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. എനിക്കിപ്പോൾ അവളെ മോശക്കാരിയാക്കിയിട്ട് ഞാൻ വലിയോടായിട്ട് ഒരു കാര്യമില്ല. ഒരു കുടുംബത്തിൽ ഒരാളെ മോശക്കാരിയാക്കിയിട്ട് അത് സ്വയം അവരവർ താഴണ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ എന്തെങ്കിലും വർത്താനം പറഞ്ഞ് ചിരിയും കളിയും ചെയ്ത് കഴിഞ്ഞാൽ വെച്ചാൽ അവളെ കളിയാക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുകയാണ് ഇങ്ങനെ ചെയ്യുകയാണെന്ന് പറയും. അവൾക്ക് സ്വന്തമായ അഭിപ്രായമുള്ള ആൾക്കാരവരൊക്കെ. നമ്മൾ
തമാശയ്ക്ക് എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ നിങ്ങളിങ്ങനെ കാര്യമായിട്ടൊക്കെ എടുക്കുക വെച്ചാലേ ഞങ്ങളൊക്കെ എങ്ങനെ മുന്നോട്ട് പോവുക? നിങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാതിരിക്കില്ല കേട്ടോ. ഞങ്ങൾ അടിപൊളിയായിട്ട് പറയുന്നതല്ലാണ്ട് അപ്പോൾ നമ്മളിപ്പോൾ അത് ആലോചിച്ചിട്ട് തമ്മിലൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിന് നേരമില്ല. എന്താ അത് എന്താ അത് അച്ഛൻ്റെ കിട്ടിയോ? അച്ഛൻ്റെ കിട്ടിയോ? അച്ഛൻ്റെ കൊടുത്തു. ഇതെന്താ ഇത്? ഇത് അറബി പൈസ ഉണ്ടോ? പൂജയൊക്കെ കാണുമ്പോൾ ഇത് ഇവിടുത്തെ പൈസയാണ്. അതാ എന്തോത്തെ എന്താ ഞാൻ ഈ പൈസ കൊടുത്ത ആരും ഒന്നും തരില്ല. പിന്നെ കാണില്ലേ അതിന് പുലിയാണ് ഇവിടെ കൊടുത്തത്. അത് ഇന്ത്യത്തെ എന്താ ഇത് പിന്നെ ഇവിടെ ശ്രീനാരായണ ഗുരുവാണ്. അതൊക്കെ അവിടെ തന്നെ എന്തോത്തെ ആ അടക്ക പൈസ അത്യാവശ്യം നല്ല സ്കൂളിൽ പോകുമ്പോൾ പൈസ ഇട്ടിട്ട് കേട്ടോ. ആ എൻ്റെ കുട്ടിക്ക് പൈസ നല്ല അത്യാവശ്യമുണ്ട്. എന്തിനാ ഞാൻ ഇത് പൈസ കൊണ്ടേ പൈസ വേണ്ട പൈസ വേണ്ട പൈസ വേണ്ട പൈസ വേണ്ട നന്നായി. കണ്ടോ കറിയുടെ കളർ കാണാൻ തന്നെ എന്ത് രസാലേ. ഓരോരോ വരികയില്ലേ ഉളുപ്പും ഒക്കെ ഇട്ട് രസമുണ്ട് കേട്ടോ കൂട്ടാ. എനിക്കിഷ്ടം. ഇതിൻ്റെ കൂടെ ഉണക്കമീൻ വേണം അല്ലേ ഏട്ടാ? ഉണക്കമീൻ അവൾ വറക്കുമല്ലോ. അത് രണ്ടും ഒന്ന് തന്നെയാണേ. അപ്പൊ എന്തിനാ നീ അണക്ക് കിട്ടിയത് നീ പിടിക്ക്? നീ ഏട്ടനെ എന്തിനാ നോക്കണ്? രണ്ടും ഒരേ മിഠായി അല്ലേ? അവൻ അങ്ങനെയല്ല. അവൻ വല്ലാത്ത ആളാണല്ലോ. അപ്പുറത്തുള്ളവരെടുത്ത് നോട്ടം പൊട്ടിച്ചോട്ട് അവരാർക്ക് കിട്ടിയത് നോക്കല്ലേ ഈ. അപ്പൊ എന്തിനാണ് അപ്പുറത്തവരെ നോക്കണത്? അത് ഈ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ചിലവരുടെ സ്വഭാവമാണ് കേട്ടോ. അത് അവരവരുടെ കാര്യം കിട്ടിയത് നോക്കല്ലേ ചെയ്യ അല്ലേ? അപ്പുറത്തേക്ക് എന്തിനു നോക്കണത്? അത് ഞാനൊരു പാത്രം വെള്ളം അടുപ്പിൽ വെക്കാൻ കൊണ്ടുവന്ന് വെക്കട്ടെ കേട്ടോ. മിഠായി ഇങ്ങനെ തിന്നണ്ടാട്ടോ കിച്ചോ. മിഠായി ഇങ്ങനെ തിന്നണ്ടെന്ന് പറയാ. ഈ നേരത്തൊന്നും മിഠായി തിന്നച്ചോ വല്ലൊക്കെ കേട് കേട്ടോ. ആ ഇങ്ങനെ മിഠായി തിന്നിട്ട് കഴിഞ്ഞു മേമടയത്ത് ഈ കൂട്ടാൻ കൊണ്ടുപോയിട്ട് അവിടെ പോയിരുന്ന ചോറിൻ്റെ ഓടിട്ടോ. അപ്പളേക്കൊക്കെ വരുന്നു. അപ്പൊ അവിടെ പോയി ഡോക്ടറെ കാണാൻ മരുന്ന് വാങ്ങിയ വരുന്നേ വേണ്ടു. ഇല്ല അവിടെ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് റിസൾട്ടൊക്കെ കൊണ്ടുവന്നു. എനിക്കിന്ന് മേലൊക്കെ എന്താണ്ടോ ഇതുകൂടി ഒക്കെ ഇന്നലെ ഈ ഇവിടെ പോയിട്ട് വിറകിന്റെ അലർജി പിടിച്ചിട്ട് ഞാൻ കുറേ നേരം വിറകിനലയ്ക്ക് മേത്ത് പൊതുവെ ഒരു അലർജിയിലേട്ടാ. എന്താന്നറിയാം നല്ല അലർജി. അച്ഛമ്മ പുറപ്പെട്ട് പോയൊക്കെ വേണ്ട ചട്ടിയിൽ കിടന്നിങ്ങനെ കൂട്ടങ്ങനെ കിളുകിള് 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 പറഞ്ഞ് തിളയ്ക്കുന്നത്. എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ കറികൾ. നിങ്ങൾക്ക് ഇഷ്ടമാണോ? നമ്മളിത് ചിരങ്ങല്ലേ, ചിരങ്ങിട്ടിട്ടും വെക്കൂട്ടോ. അപ്പം നാള് എന്താ ഇപ്പം നമുക്ക് അധികം കുക്കിങ്ങിൻ്റെ പറ്റണേ ഇല്ല അല്ലേ? സൂചി പിന്നെ വഴിയിൽ അവിടെ ഇവിടെ കിടക്കണം ചില സമയങ്ങളിൽ. ഈ കറി മേമടയത്ത് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കറിയായി കാണാൻ തന്നെ നല്ല ചേലില്ലേ? നല്ല ചേലുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ വിശേഷം നിർത്തുക കേട്ടോ. ഞാൻ കുറച്ച് കഴിക്കുന്നതൊക്കെ എടുക്കണം വിചാരിച്ചാണ്. അപ്പോഴാണ് അമ്മയ്ക്ക് ഇന്ന് രാവിലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെന്തായാലും ഇനി കയ്യോടെ നാളെ വെക്കുന്നേക്കാളും നല്ലത് ഇന്ന് തന്നെ കൊണ്ടുപോയി കാണിക്കില്ലേ അല്ലേ? അപ്പം അത് കാരണമാണ് നാളെ കാണാം കേട്ടോ.